ശബരിമല സ്വർണ്ണപ്പാളി വിവാദത്തിൽ സർക്കാരിനെ വിമർശിച്ച് മുതിർന്ന CPIM നേതാവ് ജി സുധാകരൻ എല്ലാവരും നമ്മൾ നമ്പർ 1 ആണെന്ന് മത്സരിച്ചു പറയുകയാണ്. അങ്ങനെ പറയേണ്ടതുണ്ടോ എന്ന് നോക്കണം. സ്വർണ്ണപ്പാളി മോഷണത്തിൽ നമ്മൾ ഒന്നാമതാണോ എന്ന് സുധാകരൻ ചോദിച്ചു. യു ഷൈജു വിവരങ്ങളുമായി ചേരുന്നതിന് മുമ്പ് പ്രതികരണം കേൾക്കാം. അത് മന്ത്രിയെന്നോ സാധാരണക്കാരനോ ഒന്നും വ്യത്യാസം, എല്ലാവരും നമ്മൾ നമ്പർ 1 ആണ് കേരളത്തിൽ എന്ന് പറയുകയാണ്. അങ്ങനെ എപ്പോഴും പറയേണ്ടതുണ്ടോ എന്ന് പരിശോധിച്ചാൽ തെറ്റൊന്നുമില്ല. ചിലർക്ക് നമ്മൾ നമ്പർ 1 തന്നെയാണ്. ഇപ്പോൾ നമുക്കിവിടെ വർഗീയ കലാപമില്ല, നമ്മൾ നമ്പർ 1 അല്ലേ? ഇല്ല. എല്ലാവർക്കും വിദ്യാഭ്യാസമുണ്ട്, അതൊരു മുമ്പിലാണ്. ഇങ്ങനെ പല കാര്യത്തിലും നമ്മൾ മുമ്പന്തിയിലാണ്, പക്ഷേ എല്ലാ കാര്യത്തിലും മുമ്പന്തിയിലാണ്. എത്രയോ കാര്യങ്ങൾ നമ്മൾ പുറകെ കിടക്കും. എന്തെല്ലാം വൃത്തികേട് നടക്കുന്നുണ്ട്. കഴിഞ്ഞ 10, 20, 30 വർഷത്തിനടുത്ത് എന്തെല്ലാം വൃത്തികേട് കിടക്കുന്നു. അപ്പോൾ അതിൽ നമ്മൾ മുമ്പിലാണ്. പറയാൻ പറ്റില്ല. ഇപ്പോൾ സ്വർണ്ണപ്പാട് മോഷ്ടിച്ചുകൊണ്ട് പോയി, അതിൽ നമ്മൾ നമ്പർ 1 ആണ്. എല്ലാവരും പറയുന്നത് എല്ലാ പാർട്ടിക്കാരും അന്വേഷണം ആവശ്യപ്പെട്ടു. ഒരു പാർട്ടി മാത്രമാണ് ഗവർണർ ആവശ്യപ്പെട്ടു, KPC പ്രസിഡന്റും ആവശ്യപ്പെട്ടു. ഞാനും എൻ്റെതായ തരത്തിൽ ഞാൻ അഭിപ്രായം പറഞ്ഞിട്ടുണ്ട്. യു ഷൈജു കൂടുതൽ വിവരങ്ങളുമായി. ഷൈജു, എന്താണ് ജി സുധാകരൻ പറയുന്നത്? നിഷാദ്, KPCC സംസ്കാര സാഹിതിയുടെ തെക്കൻ മേഖലാ ക്യാമ്പ് ആലപ്പുഴയിൽ രാഷ്ട്രീയവും സംസ്കാരവും എന്ന വിഷയത്തെ അധികരിച്ച് നടത്തിയ പ്രഭാഷണത്തിലാണ് അദ്ദേഹം സംസ്ഥാന സർക്കാരിനെ സ്വർണ്ണപ്പാളി വിഷയത്തിൽ വിമർശനവുമായി രംഗത്ത് വന്നത്. അദ്ദേഹം പറയുന്നത് നമ്പർ 1 ആണ് കേരളം എന്ന് എല്ലാവരും ആവർത്തിച്ച് പറയുകയാണ്. അത് മന്ത്രിമാരും രാഷ്ട്രീയക്കാരും എല്ലാവരും ആവർത്തിച്ച് പറയുന്നു നമ്പർ 1 ആണ് കേരളം എന്നത്. കേരളം എവിടെയാണ് നമ്പർ 1 ആയത് എന്ന്? ചില കാര്യങ്ങളിൽ നമ്പർ 1 ആണ് എന്നത് ശരിയാണ്, പക്ഷേ നമ്പർ 1 ആവുക എന്ന് പറഞ്ഞാൽ നമ്മൾ എല്ലാ കാര്യങ്ങളിലും പൂർണ്ണമായി എന്നാണ്. അതുകൊണ്ട് എല്ലാ കാരണങ്ങളും പൂർണ്ണമായി കഴിഞ്ഞാൽ പിന്നെ മുന്നോട്ട് പോവേണ്ടതില്ലല്ലോ എന്നാണ്. എന്നാൽ സ്വർണ്ണപ്പാളി അടക്കമുള്ള കാര്യങ്ങളിൽ എത്ര വൃത്തികേടുകളിൽ നമ്മൾ ഒന്നാമതാണ്. അങ്ങനെ സ്വർണ്ണപ്പാളി മോഷ്ടിച്ചതിൽ ഒന്നാമതാണെന്ന് പറയുമോ എന്ന് ചോദിക്കുകയും സദസ്സ് കരഘോഷത്തോടുകൂടി അദ്ദേഹത്തിന്റെ പ്രഭാഷണത്തെ സ്വീകരിക്കുകയും ചെയ്തു എന്നതാണ്. എന്നാൽ ഈ സ്വർണ്ണപ്പാളി വിഷയത്തിൽ അന്വേഷണം വേണമെന്ന് CPM-ഉം കോൺഗ്രസും താനും അടക്കമുള്ള എല്ലാ രാഷ്ട്രീയക്കാരും പറയുകയും ചെയ്തു. അതുകൊണ്ട് നമ്പർ 1 ആണ് കേരളം എന്ന് പറയുന്നതിൽ ഒരു സൂക്ഷ്മത വേണം എന്നാണ് CPM നേതാവും മുൻമന്ത്രിയുമായ ജി സുധാകരൻ KPCC സംസ്കാര സാഹിതിയുടെ തെക്കൻ മേഖലാ ക്യാമ്പിൽ പറഞ്ഞത്. ശരി, യു ഷൈജു വിവരങ്ങൾ നൽകിയത്. ജി സുധാകരനും സ്വർണ്ണപ്പാളി വിഷയത്തിൽ സർക്കാരിനെ വിമർശിക്കുകയാണ്. എല്ലാത്തിലും നമ്പർ 1 ഇടക്കിടക്ക് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ശബരിമലയിൽ നിന്ന് സ്വർണ്ണപ്പാളി മോഷ്ടിക്കപ്പെട്ടിരിക്കുന്നു.